മഞ്ഞു പെയ്യുന്നു രാവിൻ വീഥിയിൽ ദൂരെ മിന്നുന്നു ദിവ്യതാരകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയെ വരവേൽക്കുവാൻ 17-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇനി അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ അധികം ഇല്ലാട്ടോ. മനോഹരമായ നിലവിളക്കിലെ ഒരു തിരി കരിന്തിരി കത്തിയാൽ എങ്ങനെയിരിക്കും? മനോഹരമായ ക്രിസ്മസ് വിവരണങ്ങൾക്കിടയിലും അങ്ങനെ ഒന്നുണ്ട്, ഒരു കരിന്തിരി. അത് ഹെറോദോസ് എന്ന രാജാവിൻ്റെ അഹന്തയും ക്രൂരതയുമാണ്. ഒരു നവജാത ശിശുവിനെ അയാൾ എന്തുകൊണ്ട് ഇത്രമേൽ ഭയപ്പെട്ടു? തനിക്കോ തൻ്റെ മക്കൾക്കോ രാജസ്ഥാനം നഷ്ടമാകുമെന്ന ഭയത്തിലായിരുന്നിരിക്കണം അത്. പക്ഷേ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ആ രാജ്യത്തെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക എന്നതൊക്കെ എന്തൊരു വലിയ ക്രൂരതയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പത്രവാർത്തകൾ വല്ലാതെ വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തിനും ഏതിനും മുതിരുന്ന മനുഷ്യരുടെ എണ്ണം ഇന്ന് വല്ലാതെ കണ്ട് വർദ്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റിലുമുണ്ട് തകർന്ന മനുഷ്യർ, തകർന്ന കുടുംബങ്ങൾ, തകർന്ന വിവാഹബന്ധങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ട വീടുകൾ, ഭാവി തന്നെ നഷ്ടമായ നിഷ്കളങ്കരായ മനുഷ്യർ. ഇതൊക്കെ സംഭവിക്കുന്നത് ആരുടെയൊക്കെയോ സ്വാർത്ഥത കൊണ്ടും ഹൃദയശൂന്യതകൾ കൊണ്ടുമാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് മനസാക്ഷിയോട് ഞാനും നിങ്ങളും ചോദിക്കണം, ഞാൻ സ്വാർത്ഥനാണോ? എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ എന്നിലെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്നുണ്ടോ? എൻ്റെ സ്വാർത്ഥത മൂലം ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും കണ്ണുനീർ വീണിട്ടുണ്ടോ? ഉത്തരങ്ങൾ കണ്ടെത്താൻ ജീവിതത്തെ നമുക്ക് പരിവർത്തനത്തിന് വിധേയമാക്കാം. കൃപ നിറഞ്ഞ നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.